നടത്താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇത് നല്ലൊരു കാര്യമാണ്. അത് ഇതുമായിട്ട് എന്താ ബന്ധം? കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവന വളരെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഒരു സിനിമയും ഇതുവരെ 100 കോടി അടിച്ചിട്ടില്ല എന്നും നടന്മാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തണമെന്നും പറഞ്ഞപ്പോൾ ഇതിനെതിരെ ആന്റണി പെരുമ്പാവൂർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ മോഹൻലാൽ എന്തുകൊണ്ട് സുരേഷ് കുമാറിന് എതിരെ നിന്നു എന്നതിന് കാരണം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതിനു മുന്നേ ലാലേട്ടനെ സമീപിച്ച് അവർക്കുണ്ടായ കടം നികത്താൻ അമ്മ സംഘടന ഒരു ഷോ നടത്തണമെന്നും അതിനിടയിൽ നിന്നും കിട്ടുന്ന പൈസ കടം വീട്ടണമെന്ന് പറയുകയും ചെയ്തു. ലാലേട്ടനും കൂട്ടരും അത് സമ്മതിച്ച് ഖത്തറിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിച്ചു. എന്നാൽ അമേരിക്കയിലായിരുന്ന ലാലേട്ടൻ സ്വന്തം പൈസ മുടക്കി ഖത്തറിൽ എത്തുകയും എന്നാൽ കോർഡിനേഷൻ കുറവ് കൊണ്ട് ആ പരിപാടി നടത്താൻ പറ്റാതെ ആവുകയും ഉണ്ടായി. എന്നാൽ പിന്നീട് വീണ്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരികയും സഹായിക്കണമെന്ന് പറയുകയും ഉണ്ടായ സാഹചര്യത്തിൽ വീണ്ടും മനോരമയെ ചേർത്ത് ഒരു ഷോ നടത്തുകയും പ്രൊഡ്യൂസേഴ്സിന് 2,40,00,000 രൂപ നൽകുകയും ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ സഹായിച്ച അമ്മ സംഘടനയെ ഒരല്പം പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പരസ്യമായി നാഥനില്ല കളരി എന്നൊക്കെ കളിയാക്കിയതിന് പിന്നാലെയാണ് മോഹൻലാൽ സുരേഷിനെതിരെ തിരിഞ്ഞതെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഇവരൊന്നും ഇല്ലെങ്കിലും താൻ സിനിമ ചെയ്യുമെന്നും ആർക്കും മലയാള സിനിമയെ തകർക്കാനാകില്ല എന്നും ലാലേട്ടൻ പരസ്യമായി പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.